അലീനത്ത മ്യൂട്ട് ചെയ്യേ. ഈ ഇതിന് എക്സാം എല്ലാം വരുന്നുണ്ടോ? അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റിലെ എക്സാം ഉണ്ടോ? 2 മൊഡ്യൂള് കഴിഞ്ഞിട്ട് എക്സാം ഉള്ളു. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Okay. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ നമ്മള് എടുത്തിട്ട് എന്താ പറയാ കണ്ടിന്യൂ ചെയ്യാനുണ്ടായിരുന്നു. എല്ലാവർക്കും വായിച്ചിട്ടൊക്കെ മനസ്സിലായില്ലേ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ കുറച്ചൊരു പേജ് എടുത്തിട്ടുണ്ടായിരുന്നു. മറന്നുപോയോ? വായിച്ചൊക്കെ നോക്കിയല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അതിന്റെ തുടർച്ചയാണ് ഇത് എടുക്കുന്നത്, അതിന്റെ കണ്ടിന്യൂസ് ആണ് എടുക്കുന്നത്. ഓക്കെ, നമുക്കത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ ഇൻക്ലൂഡ്, അതായത് പലതരത്തിലുള്ള പേഷ്യന്റ് കെയറിനെ കുറിച്ചാണ്. അതായത് 2 തരത്തിലാണ് പ്രധാനമായിട്ടും ഇവിടെ പേഷ്യന്റ് കെയർ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം, ഡയറക്റ്റ് കെയർ ആ പറയുന്നത്. ഓക്കെ, ആദ്യത്തെ ഏതാണ്? ഡയറക്റ്റ് കെയർ കേട്ടോ. Is care given by nursing staff while working in the presence patient and related to the patient physical and psychological requirements. Direct care consists of feeding, treatment, mobility, and medication. And the more dependent the patient is on the nurse to conduct a related activity, the more hours of nursing care is required for that patient. ഓക്കെ, അപ്പൊ ഇവിടെ പേര് പോലെ തന്നെ എന്താണ്? ഡയറക്റ്റ് കെയർ, അതായത് നേരിട്ടുള്ള പരിചരണമാണ് പേഷ്യന്റിന് കൊടുക്കുന്നത്. അതെങ്ങനെയൊക്കെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ? അതായത് പേഷ്യന്റിന്റെ ശാരീരികവും അയാളുടെ ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ മാനസികവും സൈക്കോളജിക്കലായിട്ടുമുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് രോഗിയുടെ സാന്നിധ്യത്തിൽ ആരാണ്? നഴ്സ് ജോലി ചെയ്യുന്നതാണ് എന്ത്? ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് അയാളുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണ്, ആളുടെ മെന്റൽ കണ്ടീഷൻ എന്താണ്, ആൾക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങള് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആൾക്ക് എന്താണ്? ഡയറക്റ്റ് കെയർ കൊടുക്കുകയാണ്. ആളുടെ പ്രസൻസിൽ തന്നെ എന്താണ്? നഴ്സ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു കൊടുക്കുന്നു? പേഷ്യന്റിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് രോഗിയുടെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് അനുസരിച്ചിട്ടാണ് നഴ്സ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു എന്താ? അതായത് ഒരാളുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച്, അതായത് പലതരത്തിലുള്ള പേഷ്യൻസ് ആണ് എവിടെ വരുന്നത്? ഹോസ്പിറ്റലിൽ വരുന്നത് അല്ലെ? നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ? നിങ്ങളൊക്കെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പല പല രോഗങ്ങളുമായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഷ്യന്റ് ആണ് ഇവിടെ വരുന്നത്, ഹോസ്പിറ്റലിൽ വരുന്നത്. അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വേറെ ആയിരിക്കാം, മെന്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വേറെ ആയിരിക്കാം. അപ്പൊ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള കെയർ കൊടുക്കുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റ് കെയറിൽ ഉൾപ്പെടുന്നത്. അതിന് ചില എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഡയറക്റ്റ് കെയറില് ഫീഡിങ്, അതായത് ഫുഡ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോ പേഷ്യന്റിന് എന്ത് ചെയ്യുന്നത്? അതായത് നഴ്സുമാർ എന്ത് ചെയ്യുന്നുണ്ട്? നേരിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ മീൽ ടൈമിൽ ഇപ്പൊ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ആ ഒരു നേരങ്ങളിലൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? കറക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? രോഗിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്, രോഗിക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ചലനശേഷി എന്നാണ് കേട്ടോ അർത്ഥം. അതായത് ചില രോഗിക്ക്, അതായത് ഡയറക്റ്റ് കെയർ കൊടുക്കുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാല് അവർക്ക് സ്വയമേ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള പേഷ്യൻസിന് എപ്പോഴും എന്താണ്? ഒരാൾ കൂടെ വേണം. ഓക്കെ, അപ്പോ അവർക്കിപ്പോ നടക്കാനോ ഇരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരാണ് സഹായിക്കുന്നത്? ഈ നേഴ്സ് ആണ് സഹായിക്കുന്നത് കേട്ടോ. അവരുടെ മൊബിലിറ്റി അഥവാ ചലനശേഷിയെ ഹെൽപ്പ് ചെയ്യുന്നതും ആര് തന്നെയാണ്? നേഴ്സാണ്. ഓക്കെ, അതുപോലെ തന്നെ മെഡിക്കേഷൻ, രോഗിക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അതാത് സമയത്ത് കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാല്
ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. രോഗിയുടെ ശാരീരികവും ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് അനുസരിച്ചിട്ടാണ് നഴ്സുമാരിവിടെ പ്രവർത്തിക്കുന്നത്. അതിനകത്ത് ഉൾപ്പെടുന്നത് രോഗിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക, അവരുടെ ചലനശേഷി മൊബിലിറ്റിയെ സഹായിക്കുക, അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസ് അതാത് സമയത്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നതാണ്, ഡയറക്റ്റ് കെയറിലാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ എന്താണ് ഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാല്? ഓക്കെ, പ്രധാനമായിട്ടും ഡയറക്റ്റ് കെയറിൽ ഉൾപ്പെടുന്ന ഫാക്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചാല്, 1 ഫീഡിങ്, 2 ട്രീറ്റ്മെന്റ്, 3 മൊബിലിറ്റി, 4 മെഡിക്കേഷൻസ്. ഇതൊക്കെ ഡയറക്റ്റ് കെയറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ, അതറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഈസ് ഇൻഡയറക്റ്റ് കെയർ. ഓക്കെ, അപ്പൊ ഇൻഡയറക്റ്റ് നമ്മൾ നേരത്തെ ഡയറക്റ്റ് കെയർ പറഞ്ഞല്ലേ, എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള പരിചരണമാണ്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരിട്ടല്ലാതെ അല്ലെ, പരോക്ഷമായിട്ടുള്ള പരിചരണത്തിനെയാണ് എന്ത് പറയുന്നത്? കെയറിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. Are those measures undertaken on the patient behalf but removed from his presence? Indirect care consists of assembling supplies and equipment, seeking advice with the other healthcare team members, writing and reading patient records, reporting, constructing discharge plans, etc. Okay. അപ്പൊ ഇതിനകത്ത് നമ്മൾക്ക് നോക്കാം. പിന്നെ 2 പോയിന്റ് കൂടി ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. ഡയറക്റ്റ് കെയറില് നേഴ്സ്, രോഗി, പേഷ്യന്റ് കൂടുതലായിട്ട് ആരെ ആശ്രയിക്കുന്നുണ്ട്? നേഴ്സിനെ, അതായത് നഴ്സിംഗ് സ്റ്റാഫിനെ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് കെയർ വേണ്ടി വരുന്ന പേഷ്യൻസിന് കൂടുതലായിട്ട് നഴ്സിംഗ് കെയർ ആവശ്യമാണ് കേട്ടോ, ഡയറക്റ്റ് കെയറിലാണ്. ഇനി നേരെ നമുക്ക് ഇൻഡയറക്റ്റ് കെയറിലേക്ക് വരാം. അതായത് ഇതിനകത്ത് പറയുന്നത്, രോഗിക്ക് നേരിട്ട് കെയർ കൊടുക്കാതെ രോഗിയുടെ പേരിൽ നടത്തപ്പെടുന്ന കെയറിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത് കേട്ടോ. വെഞ്ചേഴ്സ് അണ്ടർടേക്കൺ എന്ന് അവിടെ പറയുന്നുണ്ട്. അതിനർത്ഥം രോഗിയുടെ പേരിൽ നടത്തപ്പെടുന്ന കെയർ. ഓക്കെ, അത് എന്താണെന്ന് വിശദീകരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇൻഡയറക്റ്റ് കെയറിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് രോഗികൾക്ക് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങള്, എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഓക്കെ, നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാകും ഹോസ്പിറ്റലുകളിൽ രോഗിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന അറ്റൻഡർമാര്. അവരൊക്കെ എന്തിൽ പെടുന്നവരാ? ഇൻഡയറക്റ്റ് കെയർ കൊടുക്കുന്ന ആൾക്കാര്. ഓക്കെ, അതായത് പേഷ്യന്റിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇന്ററാക്ട് ചെയ്യുന്നില്ല, എന്നിരുന്നാലും അയാൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, സപ്ലൈസ് എന്ത് ചെയ്യുന്നു, എത്തിച്ച് കൊടുക്കുന്നു. ഓക്കെ, അപ്പോ ഒരു ഹോസ്പിറ്റലില് ഉപകരണങ്ങൾ, എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ രോഗികൾക്ക് വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ ഏത് കെയറിലാണ് പെടുന്നത്? ഇത് ഇൻഡയറക്റ്റ് കെയറിലാണ് പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രോഗിക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് ഹെൽത്ത് കെയർ ടീമിൽ നിന്നും നേരിട്ട് മേടിക്കുന്നവര്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ ഓഫീസ് സ്റ്റാഫുകൾ അവിടെയുള്ള ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? അതായത് രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിൽ നിന്നും രോഗിക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസുകൾ, ഇപ്പൊ റിപ്പോർട്ടുകളൊക്കെ എന്താണ്, ചില സാഹചര്യത്തിൽ സ്കാനിങ് റിപ്പോർട്ടോ എക്സ്റേ റിപ്പോർട്ടൊക്കെ എന്താണ്, ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, ഡോക്ടർ ഇരിക്കുന്ന ആ റൂമിൽ നിന്ന് ഇവർക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇവരായിരിക്കും എന്ത് ചെയ്യുന്നത്? അത് പേഷ്യന്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോ ഡോക്ടർമാരിൽ നിന്ന് അഡ്വൈസുകൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള റിസൾട്ടുകളും കാര്യങ്ങളും മേടിച്ചിട്ട് എന്ത് ചെയ്യാണ്? പേഷ്യൻസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവരെന്തിലാ വരുന്നത്? ഇൻഡയറക്റ്റ് കെയർ കൊടുക്കുന്ന ആളുകളിലാണ് ഇത്തരം സ്റ്റാഫുകൾ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ റെക്കോർഡ് എഴുതുന്ന ആളുകള്, അതുപോലെ തന്നെ റിപ്പോർട്ട് എഴുതുന്ന ആളുകൾ. ഓക്കെ, ഇതൊക്കെ എന്താണ്? റിസപ്ഷൻ ഏരിയയിൽ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടുവട്ടെ ഇതൊക്കെ. അതുപോലെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ആളുകൾക്കും ഏത് തരത്തിലുള്ള കെയറാ വരുന്നത്? ഇൻഡയറക്റ്റ് കെയറാ വരുന്നത്. അവരൊക്കെ ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും രോഗിയുടെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവര് രോഗിയുടെ പേരിൽ റിപ്പോർട്ട് എഴുതുന്നുണ്ട്, റെക്കോർഡ് എഴുതുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എന്ത് കെയറാ കൊടുക്കുന്നേ? ഇൻഡയറക്റ്റ് കെയർ ആണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്ചാർജ് പ്ലാൻസ്. ഓക്കെ, ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ സമ്മറിയാണ് അല്ലെ. ഈ ക്ലിനിക്കൽ സമ്മറി എഴുതുന്നത് അതാര് തന്നെയാണ്? ആ ഡിസ്ചാർജിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അത് എഴുതുന്നത്
സ്റ്റാഫുകളാണ്. ഇവരൊക്കെ എന്തിനാ വരുന്നത്? ഇൻഡയറക്റ്റ് കെയർ കൊടുക്കുന്ന ആളുകളിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ചിലപ്പോൾ അവർക്ക് പേഷ്യന്റിനെ നേരിട്ട് അറിയണം എന്നുണ്ടാവില്ല, പക്ഷെ എന്താണ്, രോഗിയുടെ പേരിലുള്ള എല്ലാ കാര്യങ്ങളും ഇവരാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ 2 തരത്തിലുള്ള കെയർ ഞാൻ പറഞ്ഞു. ഒന്ന് ഡയറക്റ്റ് കെയർ ആണ്, രോഗിയുടെ അടുത്ത് നിന്ന് മാറാതെ, അതായത് രോഗിക്ക് എല്ലാ കാര്യങ്ങളും രോഗിയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷൻ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളുകളെയാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റ് കെയറിൽ പെടുന്ന ആളുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് ഫീഡിങ് വരാം, ട്രീറ്റ്മെന്റ് വരാം, മൊബിലിറ്റി വരാം, മെഡിക്കേഷൻസ് വരാം. ഇനി ഇൻഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഡയറക്റ്റ് അല്ലാതെ കൊടുക്കുന്ന കെയർ. ഇപ്പോ ഓഫീസ്, അതായത് ഹോസ്പിറ്റലില് രോഗിക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും, ചികിത്സയ്ക്ക് ആവശ്യമായുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും എത്തിക്കുക. അതുപോലെ തന്നെ രോഗിയുടെ പേരില് എന്താണ് റെക്കോർഡ് എഴുതുക, റിപ്പോർട്ട് ചെയ്യുക, രോഗിക്ക് ആവശ്യമായിട്ടുള്ള ക്ലിനിക്കൽ സമ്മറി എഴുതുക. ഇങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ വരുന്നത്, ഇൻഡയറക്റ്റ് കെയറിൽ വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ ഇനി അടുത്തത്. ഓക്കെ, ഒന്നും കൂടി പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, സ്റ്റാഫ് ഡെവലപ്മെന്റ്. സ്റ്റാഫ് ഡെവലപ്മെന്റ് ഈസ് ദ പ്രോസസ് വിച്ച് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പേഴ്സണൽ ആസ് വെൽ ആസ് പ്രൊഫഷണൽ ഗ്രോത്ത് ഓഫ് നഴ്സസ് and other staffs while they are employed by the healthcare. It refers to all training and education provided to enhance the job-related and personal knowledge, skills and mentalities of vested employees. അതായത് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലുകളിൽ നടത്തപ്പെടുന്നത്? അതായത് അവിടെയുള്ള സ്റ്റാഫുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ. നല്ല രീതിയിൽ അവിടെയുള്ള സ്റ്റാഫുകൾ എന്താണ് അവരുടെ ഡെവലപ്മെന്റിനും അവരുടെ ജോബിൽ എന്താണ് കൂടുതൽ കാര്യങ്ങൾ പേഷ്യൻസിന് വേണ്ടി ചെയ്തു കൊടുക്കാനൊക്കെ എന്താണ് ചെയ്യുന്നത്? ഹോസ്പിറ്റലുകളിൽ ഒരു ടീം ഉണ്ടാവും. അവരുടെ ഒരു ടീം എന്ത് ചെയ്യും? പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കും അല്ലെ. അവരുടേതായ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അവര് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യങ്ങള്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, സ്റ്റാഫ് ഡെവലപ്മെന്റില് വരുന്നതാണ്. ഓക്കെ, അപ്പൊ സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ എന്താണ് പല കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കാനായിട്ട് പറ്റും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് സ്റ്റാഫുകളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായിട്ടുള്ള വളർച്ചയെ ലക്ഷ്യമാക്കിയുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ജോലിക്ക് കയറി എന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞാല് നമ്മൾ അവിടെ ജോലി ചെയ്ത് തുടങ്ങുന്ന ആ സമയം മുതൽ എന്താണ് നമ്മൾ ചേഞ്ച് ആവുക ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇന്നലെ വരെ എന്തായിരുന്നു എന്നല്ല നോക്കുന്നത്. ഇന്ന് തുടങ്ങി, അതായത് ആ ഹോസ്പിറ്റലിൽ നമ്മൾ ജോലി ചെയ്യാൻ ആരംഭിക്കുന്നത് മുതൽ നമ്മൾ വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുകയാണ്. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ആവുന്നത്? നമ്മൾ തീരെ താഴേക്കാണ് പോകുന്നത്? ഒരിക്കലും അല്ലെ. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എന്തെയും ചേഞ്ച് വരാം. നമ്മുടെ എന്താ പറയാ കുറച്ച് നമ്മൾ മെച്യൂർ ആണ്, അതായത് മെച്യൂരിറ്റി നമുക്ക് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് തോന്നാം. അതുപോലെ തന്നെ എന്താ പറയാ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു മെന്റൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഡെവലപ്പ് ആകുന്നത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോ ചില ആളുകൾക്ക്, ചില കുട്ടികൾക്കൊക്കെ എന്താണ് ഭയങ്കര പേടിയാണ്. ആദ്യമായിട്ട് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ചില കുട്ടികൾക്ക് എന്താണ് ഭയങ്കര പേടിയൊക്കെ ഉണ്ടാകും. അങ്ങനെ പേടിയൊക്കെ, അതുപോലെ ഷൈ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും, ഭയങ്കര നാണിച്ചൊക്കെ ഇരിക്കുന്നത്. അതായത് ആളുകളോട്, ഹോസ്പിറ്റൽ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ് ആളുകളുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയാ സെക്ടറാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര ഷൈ ആയിട്ടിരിക്കുന്ന ആളുകൾ കയറി ചെന്നാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അതായത് നമ്മൾ കൂടുതൽ ആളുകളുമായിട്ട് എന്ത് ചെയ്യണം? ഇന്ററാക്ട് ചെയ്യണം. ആ ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കപ്പാസിറ്റി എന്ത് ചെയ്യുന്നത്? ഗ്രോ ആവുന്നത്. അതായത് നമ്മള് എന്താ പറയാ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും കൂടുതൽ അറിവുകൾ നേടുകയും ചെയ്യും. നമ്മുടെ തൊഴിലില് മാത്രമല്ല, നമ്മൾ അവിടെ ചെയ്യുന്ന ജോലിയിൽ മാത്രമല്ല, നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ എന്താവും? ചേഞ്ച് ആവും. അതിന് ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, നിങ്ങളിപ്പോ ഏതൊരു സ്ഥാപനത്തിലായാലും ഇതിനുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ഹോസ്പിറ്റൽ മേഖല എന്ന് പറഞ്ഞാല് പലതരത്തിലുള്ള ആളുകൾ വരുന്ന മേഖലയാണ് അല്ലെ. പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ആണ് ഇവിടെ വരുന്നത്, ഹോസ്പിറ്റലിൽ വരുന്നത്. ധാരാളം ആളുകളുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാം, ധാരാളം കാര്യങ്ങൾക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം? പഠിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആകെ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വ്യക്തിപരവും അതുപോലെ തന്നെ തൊഴിൽപരവുമായിട്ടുള്ള വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്
സ്റ്റാഫ് ഡെവലപ്മെന്റ് ഹോസ്പിറ്റലുകളിൽ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട അറിവ്, അതായത് ഇപ്പൊ നമ്മളൊരു ജോലി അവിടെ ചെയ്യുവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോളജ്, അതുപോലെ അതിൽ നമുക്കുള്ള കഴിവ്, ടാലന്റ്, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു എന്താ പറയാ പൊരുത്തപ്പെടാൻ എടുക്കുന്ന സമയങ്ങളൊക്കെ എന്താണ്, അതൊക്കെ വർദ്ധിപ്പിക്കുന്നതിന്, അതൊക്കെ ഡെവലപ്പ് ആക്കുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്? ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ സഹായിക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും മറ്റും നൽകിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ നല്ലൊരു എംപ്ലോയി ആയിട്ട് അവര് മാറ്റുന്നത്. അപ്പൊ അതിന് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ജോലി ചെയ്യുന്നത്, അതായത് പുതുതായിട്ട് ജോലിക്ക് കയറിയ എല്ലാവർക്കും എന്ത് തന്നെ കൊടുക്കുന്നുണ്ട്, സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അവരെ കൂടുതൽ ഗ്രോ ചെയ്യിക്കാൻ, ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഇനി എന്തൊക്കെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. അതായത് ഒരു മേഖലയിൽ, അതൊരു ഹോസ്പിറ്റൽ മേഖലയിലാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുക, കൂട്ടുക. ഓക്കെ, അതായത് ജോലി ചെയ്യുന്ന ആളുകളുടെ ഉൽപാദനക്ഷമത, അതായത് ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം, അതിനകത്ത് അവർ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു കഴിവ്, അവരുടെ ടാലന്റ്, ഇതൊക്കെ എന്ത് ചെയ്യുക, കൂട്ടുക എന്നുള്ളത്, പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളത് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒരു ലക്ഷ്യത്തില് വരുന്നതാണ്. രണ്ടാമത്തത് എൻഷുവർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സസ്. അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള, അതായത് സുരക്ഷിതമായിട്ടുള്ളതും, അതുപോലെ തന്നെ എന്താണ് നഴ്സുമാർക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉറപ്പുവരുത്താനാണ്. എങ്ങനെ സേഫ് ആയിട്ടുള്ളതും ആക്ച്വൽ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ കൊടുക്കുക എന്നുള്ളത്, അതായത് സുരക്ഷിതമായിട്ടുള്ള രോഗി പരിചരണം ആളുകൾക്ക് കൊടുക്കുക. രോഗികൾ അവിടെ വരുമ്പോൾ അവർക്ക് സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടതാണ് 2 ദിവസം മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു മെഡിക്കൽ കോളേജ് ആണെന്ന് തോന്നുന്നു, അവിടെ ലിഫ്റ്റില് ഒരാള് 1.5 ദിവസത്തോളം കുടുങ്ങിക്കിടന്നു. ഓക്കെ, അതിനെതിരെ ഇവിടത്തെ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ കിട്ടി. അതൊക്കെ എന്താണ്, രോഗി പരിചരണത്തിൽ വരുന്ന വീഴ്ചകളാണ്. ഓക്കെ, ഇതൊക്കെ ആരാ ചെയ്യേണ്ടത്? അവിടുത്തെ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ടീംസ് ആണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. രോഗികളുടെ പരിചരണം എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഏത് ഹോസ്പിറ്റലിലായാലും മികച്ച രോഗി പരിചരണം, അതായത് പേഷ്യന്റ് കെയർ കൊടുക്കുന്നതിലൂടെ മാത്രമാണ് ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ആ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതുമായി ബന്ധപ്പെട്ടതാണ് പേഷ്യന്റിന്റെ സേഫ്റ്റി. ഓക്കെ, മൂന്നാമത്തേത് എൻഷുവർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്സ്. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയില്, അതായത് എംപ്ലോയീസ് ചെയ്യുന്ന, സ്റ്റാഫുകൾ ചെയ്യുന്ന ജോലിയില് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതും എന്താണ്, പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, and last one, orient the personnel towards their care objectives, job duties, personal policies. ഓക്കെ, അതായത് അതായത് ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ലക്ഷ്യങ്ങള്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അവർ ജോലിയിൽ കാണിക്കേണ്ടത്, അതുപോലെ ഹോസ്പിറ്റലിന്റെ പോളിസികൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ഈ വരുന്ന എംപ്ലോയീസിനെ, സ്റ്റാഫുകൾ എന്ത് ചെയ്യുക, നമ്മള് അവയർനെസ് കൊടുക്കുക. ഓക്കെ, പുതുതായിട്ട് ജോലിക്ക് വരുന്ന ആളുകളാണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്താണ്, അവരുടെ ഒബ്ജക്റ്റീവ്, മെയിൻ ആയിട്ട് ഓരോ ഹോസ്പിറ്റലിനെയും ഓരോ ഒബ്ജക്റ്റീവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവരിപ്പോ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കാണും ചില എന്താ പറയാ മുദ്രാവാക്യങ്ങൾ പോലെ, അല്ലെങ്കിൽ ചില പ്ലഡ്ജ് പോലെയൊക്കെ എന്താണ് അവിടെ വെച്ചിട്ടുണ്ടാവും, ഇതാണ് ഞങ്ങളുടെ എയിം പറഞ്ഞു. പല ഹോസ്പിറ്റലും പല രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സ്റ്റാഫുകളോട് എന്ത് ചെയ്യാ, പറയാം, ഇതാണ് നമ്മുടെ ലക്ഷ്യം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതുപോലെ ഹോസ്പിറ്റൽസ് പിന്തുടരുന്ന പോളിസികൾ ഇതാണ്, അതായത് പല പദ്ധതികൾ, അതായത് പല പോളിസികളായിരിക്കും, നയങ്ങളായിരിക്കും പല ഹോസ്പിറ്റലും പിന്തുടരുന്നുണ്ടാവുക. വ്യത്യസ്തമാണത്, അതെന്ത് ചെയ്യണം, അവരെ ബോധ്യപ്പെടുത്തണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ വരുന്നത് കേട്ടോ.
ആദ്യത്തേത് എന്ന് പറയുന്നത് എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റീസ്, അതായത് എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പ്രൊഡക്ടിവിറ്റി കൂടിയാൽ എന്താണ് ഉണ്ടാവുക? അതായത് ആ ഹോസ്പിറ്റലിന്റെ പേര് തന്നെ എന്താണ്? നല്ല രീതിയിൽ മികച്ചതാവുക അല്ലെ. അതായത് ആളുകൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നു, പേഷ്യൻസ് ധാരാളം വരുന്നു. അപ്പൊ എന്താണ്? ആ ഹോസ്പിറ്റലിന്റെ പേര് എന്താണ്? വാനോളം ഉയരം എന്നാ പറയുന്നത്. ഓക്കെ. രണ്ടാമത്തത് പേഷ്യന്റ് കെയർ, പേഷ്യന്റ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? ചെയ്തു കൊടുക്കുക. മൂന്നാമത്തത് ജോലി ചെയ്യുന്ന ആളുകളുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ സംതൃപ്തി എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. നല്ല രീതിയിലുള്ള തൊഴിൽ അന്തരീക്ഷം നമുക്കില്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല? നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ നമുക്ക് എംപ്ലോയീസിന് ജോലി ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുക? അവിടെ സൃഷ്ടിക്കുക. ലാസ്റ്റ് വൺ, എംപ്ലോയീസ് വരുമ്പോൾ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്താണ്? അവര് പിന്തുടരുന്ന പോളിസികൾ എന്താണ്? അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അവർ എന്ത് ചെയ്യണം? നമ്മള് അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അവയർനെസ് കൊടുക്കണം. ഇതൊക്കെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ്, സ്റ്റാഫ് ഡെവലപ്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. അതായത് സ്റ്റാഫ് ഡെവലപ്മെന്റ് പല രീതിയിലുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യത്തേതാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് കേട്ടോ. സ്റ്റാഫ് ഡെവലപ്മെന്റ് ടൈപ്പുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡക്ഷൻ ട്രെയിനിങ്. Is the training given to new employees by the employer in order to help adjustment to their new job and familiarize with their new work environment and the people who are working around them. Okay. Induction training എന്ന് പറഞ്ഞാല് അതായത് നമ്മൾ പുതിയൊരു ജോലിക്കായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ഉടമ അല്ലെങ്കിൽ അവിടെ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ആൾ എന്ത് ചെയ്യും? ജോലിക്കാർക്ക് അവരുടെ പുതിയ ജോലിയുമായിട്ട് പൊരുത്തപ്പെടാനും അവരുടെ പുതിയ തൊഴിൽ അന്തരീക്ഷത്തെ പരിചയപ്പെടുത്താനും ഇയാള് ചെയ്തു കൊടുക്കും അല്ലെ. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ജോലിക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആദ്യം തന്നെ ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പൊ നമ്മളെ വ്യക്തമായിട്ട് ട്രെയിൻ ചെയ്യാനും നമ്മൾക്ക് ഒരു സൂപ്പർവൈസ് നൽകാൻ എന്തുണ്ടാവും? ആളവിടെ ഉണ്ടാവും, ഒരാളവിടെ പറഞ്ഞിട്ടുണ്ടാകും. ആള് നമ്മളോട് അതായത് ഇന്ന ആളുകൾ, അതായത് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ എത്ര പേരാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തൊഴിൽ അന്തരീക്ഷമാണ് ഇവിടെ നിലവിലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പരിചയപ്പെടുത്തി നൽകുന്നതാണ് എന്ത്? ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ. ഒരു പുതിയ എംപ്ലോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് അവരുടെ ജോബും കാര്യങ്ങളും ഒക്കെ സിമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. നിങ്ങളിപ്പോ എന്താണ് ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയിട്ട് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം പരിചയപ്പെടുത്തി തരുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിചയപ്പെടുത്തിയൊക്കെ തരുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇൻഡക്ഷൻ ട്രെയിനിങ്? ക്ലിയർ? ഇൻഡക്ഷൻ ട്രെയിനിങ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ജോബ് ഓറിയന്റേഷൻ. എന്താണ് ജോബ് ഓറിയന്റേഷൻ നോക്കാം. The process of making aware of an individual of his her roles, responsibilities and relationships in new work situation. It is an individualized training program meant to get a newly hired employee more familiarized with their responsibilities. Okay. അതായത് ഓരോ സ്റ്റാഫിനും ഓരോ ജോലി ചെയ്തു കൊടുത്തിട്ടുണ്ട്, അസ്യൂം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് എന്തൊക്കെയാണ് പേഷ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള് എന്ത് ചെയ്യും? യൂഷ്വൽ ആയിട്ട് ഇൻചാർജ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും? ഈ പുതുതായിട്ട് വരുന്ന എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കും.
ഇതിനെയാണ് എന്ത് പറയുന്നത്, ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതായത് നിങ്ങളിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നൽകിയിരിക്കുന്ന നിങ്ങൾക്ക് അവിടെ നൽകിയിരിക്കുന്ന ജോലി എന്താണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ICU കോർഡിനേറ്റർ ആയിട്ടാണ് ഒരു പോസ്റ്റ് കിട്ടിയിട്ടെന്ന് വിചാരിക്കാം ഹോസ്പിറ്റൽ. ഓക്കെ, നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാനായിട്ട് പോയി. അങ്ങനെ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിങ്ങളോട് പറയാണ് ഇന്നൊരു പോസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു പോസ്റ്റിൽ ICU കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ ധാരാളം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതായത് ആക്സിഡന്റും അതുപോലെ തന്നെ ഇമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ എവിടെ കിടത്തുന്നത്, ICU കിടത്തുന്നത് അല്ലെ. ബെഡ് സ്റ്റാറ്റസ് നോക്കണം നമ്മള്, അതുപോലെ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ് നോക്കണം, അത് അപ്പ റിലേറ്റീവ്സിന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആർക്ക് വരുന്നത്, ICU കോർഡിനേറ്റർക്ക് വരുന്നത്. അതുപോലെ തന്നെ ICU വരുന്ന ഓരോ പേഷ്യൻസിന്റെയും അഡ്മിഷൻ എന്ത് ചെയ്യണം, അപ്പ അപ്ഡേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, പിന്നെ അവരുടെ കണ്ടീഷൻ എന്താണ്, അവർക്ക് ഇപ്പോ എന്താണ് എന്തെങ്കിലും ഇപ്പോ തലയ്ക്കൊക്കെ ക്ഷതം പറ്റിയ ആളുകളാണെങ്കിൽ ചിലപ്പോ സെറിബ്രൽ ഹെമറേജ് പറ്റിയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, സെറിബ്രൽ ത്രോംബോസിസ് പറ്റിയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അപ്പൊ അവരുടെയൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ അപ്ഡേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, അങ്ങനെയുള്ള ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നിങ്ങൾക്കുള്ളതെന്ന് എന്ത് ചെയ്യാം, ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഇൻചാർജ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു മേലധികാരി അവിടെ ഉണ്ടാകും. ഓക്കെ, അയാള് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ജോബ് ഓറിയന്റേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ തൊഴിൽ അന്തരീക്ഷത്തെയാണ് എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുന്നത് അല്ലെ. ഓക്കെ, അതായത് നമ്മൾ ജസ്റ്റ് ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ, ആ ഒരു തൊഴിലുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുന്ന കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. ജസ്റ്റ് എന്താണ് നമ്മളെ പരിചയപ്പെടുത്തുന്നു, ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ജോലിയുടെ ഒരു അറ്റ്മോസ്ഫിയർ, അങ്ങനെ സഹപ്രവർത്തകർ കൊളീഗ്സ് ഇത്ര പേരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ വരുന്നത്. എന്നാൽ ജോബ് ട്രെയിനിങ്ങിൽ വരുമ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും നമ്മളിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മളിലേക്ക് ട്രെയിൻ ചെയ്യാണ്, നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത് കേട്ടോ. അതും നമ്മുടെ ഇൻചാർജ് ആയിട്ടുള്ള ഒരാളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മളോട് പറയും. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ആദ്യത്തെ ജോയിൻ ചെയ്ത ഒരു 1, 2, 3 ദിവസത്തിലായിരിക്കും നമുക്ക് ഇൻഡക്ഷൻ ട്രെയിനിങ് കിട്ടുക. ആ സമയം വരെ നമുക്കൊന്ന് എന്താ പറയാ, കൂടുതലായിട്ടൊന്ന് പരിചയം അല്ലെ, ആ ഒരു അന്തരീക്ഷമായിട്ട് നമ്മൾ എങ്ങനെയാണ് ആ ഒരു ജോലി സ്ഥലം ഒരു പരിചയം വന്നത് നമുക്ക്, അതാണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. അതിനുശേഷമാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ജോബ് ഓറിയന്റേഷൻ തരുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് തരില്ല, നിങ്ങൾ ആര് ജോലിക്ക് പോയാലും ആദ്യ ദിവസം തന്നെ എന്ത് തരില്ല, നിങ്ങൾക്ക് ജോബ് ഓറിയന്റേഷൻ തരില്ല. ഇൻഡക്ഷൻ ട്രെയിനിങ് ആയിരിക്കും ആദ്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, next, in service education, an educational experience planned before to provide in the job setting and closely identified with the service in order to help person discharge his duties more effectively as a person and as a worker. Thus a planned instructional or training program given by an employee agency, the employment settings. ഓക്കെ, അതായത് അധികമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജോലിക്ക് കയറിയ ശേഷം ഡ്യൂട്ടീസ് എഫക്റ്റീവായി ചെയ്യുന്നതിന് കൂടുതൽ കാര്യങ്ങള് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് എന്ത്, സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇൻഡക്ഷൻ ട്രെയിനിങ് ആണ് നമ്മൾക്ക് ആദ്യം കിട്ടുന്നത്, അതിനുശേഷമാണ് ജോബ് ഓറിയന്റേഷൻ കിട്ടുന്നത്. ഇനി നമ്മുടെ ജോലിയെ കുറിച്ചിട്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ആ ജോലിയിൽ ചെയ്യേണ്ടത്, എന്തൊക്കെ രീതിയിൽ ചെയ്താലാണ് അത് കൂടുതൽ നല്ല രീതിയിലാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴാണ് മൂന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് എന്ത് തരുന്നത്, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ തരുന്നത്. ഓക്കെ, അതായത് ജോലിക്ക് കയറിയ ശേഷം ഡ്യൂട്ടീസ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എത്ര മികച്ചതാക്കാം, എത്ര എഫക്റ്റീവായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഓക്കെ, ക്ലിയർ ആയിട്ട് കരുതുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് 4th പോയിന്റ്, 4ാമത്തെ സ്റ്റേജ് ആണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അതായത് തുടർച്ചയായിട്ടുള്ള വിദ്യാഭ്യാസം. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം.
is all the learning activities that happen after an individual has completed his basic education. It involves planned learning experience beyond a basic nursing educational program. അതായത് ഈ ഒരു 3 സ്റ്റേജിലൂടെ നമ്മൾ കടന്ന് വരുമ്പോൾ നമുക്ക് എന്ത് കംപ്ലീറ്റ് ആവുകയാണ്? ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ്. കാരണം എന്താ? ആ ജോലിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം ഈ ഒരു ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ജോലി ബെറ്റർ ആക്കുന്നതിന്, ഓക്കെ, മീൻസ് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് നമ്മുടെ ജോലി എങ്ങനെ ഡിഫറെന്റ് ആക്കാം, അവരെക്കാൾ കുറച്ചുകൂടി മികച്ച രീതിയിൽ, അതും മികവറ്റ രീതിയിൽ, അവരാരും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് നമ്മുടെ ജോലിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനിൽ വരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ജോലി എന്താണ്? കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നൽകുന്നത്? ഈ ഒരു കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ നൽകുന്നത്. ഓക്കെ, അതും മറ്റൊരാൾ ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഈ ജോലിയിൽ ഇതിലൂടെ, ഈ ഒരു വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കൂടുതൽ ക്ലാസ്സുകള്, ട്രെയിനിങ്ങുകള്, സെമിനാറുകള് ഇതൊക്കെ തരുന്നുണ്ട്. ആര്? സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോ പുതുതായിട്ട് കയറുന്ന എംപ്ലോയീസ് ആദ്യം ഇൻഡക്ഷൻ ട്രെയിനിങ് കഴിഞ്ഞ് അതിനുശേഷം ജോബ് ഓറിയന്റേഷൻ ചെയ്ത് പിന്നെ ഇൻ സർവീസ് എഡ്യൂക്കേഷനും കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജില് കണ്ടിന്യൂസ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ട്രെയിനിങ് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ സെമിനാറുകളും കിട്ടുന്നത്. ഓക്കെ, ചില ഹോസ്പിറ്റലുകളിൽ നിന്ന് എന്താണ് അവിടെയുള്ള സ്റ്റാഫുകളെ വേറെ ചില ഹോസ്പിറ്റലുകളിലേക്കൊക്കെ വിടുന്നുണ്ട്. അതായത് ഏറ്റവും മികച്ച രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ സെലക്ട് ചെയ്തിട്ട് മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് വിടും. ഇതിനു വേണ്ടിയിട്ടാണ് അവിടെ നടക്കുന്ന സെമിനാറുകളും മറ്റും അറ്റൻഡ് ചെയ്യാനാണ്. ഓക്കെ, അതായത് അവരുടെ ജോലിയിൽ ആ ഒരു എന്താ പറയാ സെമിനാർ കണ്ടക്ട് ഒക്കെ ചെയ്യുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് അതവരുടെ ജോലിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ 4 ടൈപ്പ് കേട്ടോ. ഞാൻ പറയുമ്പോ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കാണില്ല. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ടാ പറഞ്ഞു തരുന്നത്. ഈ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, നോട്ട് ചെയ്യുന്നുണ്ടോ? പറയുന്ന കാര്യങ്ങള് നോട്ട് ചെയ്തു പോവാട്ടോ, എക്സാമ്പിൾ സഹിതം. എന്നാൽ മാത്രമേ നിങ്ങള് കുറച്ചുകൂടി കഴിയുമ്പോ എല്ലാ ചാപ്റ്ററും വായിക്കും. അപ്പൊ ഇതെന്താ മിസ് എന്താ പറഞ്ഞെന്ന് നിങ്ങൾ ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല. ഈ 4 വായിച്ചാല് ചിലപ്പോ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല, ഒരു കണക്ഷൻ കിട്ടിയെന്ന് വരില്ല കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതിയൊക്കെ പോവാ, നോട്ട് ചെയ്യുക സൈഡിൽ കേട്ടോ. ഇങ്ങനെയാണ് കാര്യങ്ങള് എന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ആ ജോലി ബെറ്റർ ആക്കുന്നതിന് അങ്ങനെ എഴുതി വെക്കാം. അതുപോലെ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ജോലി കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നതിന് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അങ്ങനെ ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ട് എന്ത് എഴുതിയ സൈഡിൽ ഒന്ന് എഴുതി പോവാ കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഒരു മിനിറ്റ് കേട്ടോ. ഞാൻ പറയിപ്പിക്കുന്നല്ല, ഞാൻ പറയാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യുക. ഓക്കെ, വായിച്ചെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ നമ്മള് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ പല സ്റ്റേജുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്നത് നോക്കാം. ഓക്കെ, ആദ്യത്തേതെന്ന് പറയുന്നത് ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. അതായത് ഓർഗനൈസേഷന് എന്താ പറയാ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് പോസിറ്റീവ് ആയിട്ടുള്ള
ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇതിലൂടെ. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ ഈ ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് അവിടുത്തെ എംപ്ലോയീസിനെ നമ്മൾ നല്ല രീതിയിൽ വാർത്തെടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു നിങ്ങള് ജോലി എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇങ്ങനെയൊരു ട്രെയിനിങ് കിട്ടി, നിങ്ങൾ മികച്ച രീതിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാല് അതില് ആദ്യത്തെ പോയിന്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ആദ്യം സംഭവിക്കുക. എന്താ സംഭവിക്കുക? അതായത് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തുണ്ടാവും? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ എന്താണ്, എല്ലാവരും അറിയപ്പെടും അല്ലെ? നിങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എല്ലാവരാലും അറിയപ്പെടും, ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് അത് മാറുകയും ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് കൂടുതൽ ആളുകളുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കമ്മ്യൂണിക്കേഷനുള്ള സാധ്യത എന്താ പറയാ തുറന്നിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ പേഷ്യൻസ് ആയിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, പുറത്തു നിന്ന് വരുന്ന എന്താ പറയാ വലിയ വലിയ വ്യക്തികളായിക്കോട്ടെ, അവരുമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് പറയുന്നു. മൂന്നാമത്തേത് പാസ് ഓവർ ഓർഗനൈസേഷണൽ മെസ്സേജ് ടു വർക്കേഴ്സ്. അതായത് ഈ ഒരു ഓർഗനൈസേഷന്റെ മെസ്സേജ്, അവരുടെ സന്ദേശം എന്താണെന്ന് അവര് എന്താ പറയാ പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം, ആ ഒരു മെസ്സേജ് എന്താണെന്ന് എംപ്ലോയീസിനെ ധരിപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ, ഓരോ ഹോസ്പിറ്റലിനും ഓരോരോ ലക്ഷ്യങ്ങളാണ് ഉണ്ടാവുക അല്ലെ? അതായത് ഇത്ര നമ്മുടെ ഇപ്പോ ബഡ്ജറ്റ് ഒക്കെ പ്രഖ്യാപിക്കില്ലേ നമ്മുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ. അപ്പൊ അവരെന്താ പറയുന്നത്? ഇപ്പൊ 2025 അല്ലെങ്കിൽ 2030 ഇന്ന കാര്യം ഞങ്ങള് തരും, അല്ലെങ്കിൽ ഇന്ന കാര്യം സംഭവിക്കും എന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ എന്തുണ്ടോ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഇത്ര വർഷത്തിനുള്ളില് ഇത്ര സൗകര്യങ്ങൾ രോഗിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഇത്ര ആധുനികമായിട്ടുള്ള രീതികൾ ഇവിടെ നടപ്പിലാക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സഹപ്രവർത്തകരിലേക്ക്, അതായത് അവിടെ ജോലി ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാൻ സ്റ്റാഫ് ഡെവലപ്മെന്റിന് സാധിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഈസി ആക്സസ് ടു നോളജബിൾ കൊളീഗ്സ് ത്രൂ. അതായത് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവിധ സ്റ്റാഫുകളായിക്കോട്ടെ, അവിടെയുള്ളവരുടെ അറിവുകൾ കൂടുതൽ വർദ്ധിക്കാനും സഹപ്രവർത്തകർക്കിടയിൽ എന്താണ് ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടാക്കാനും ഒക്കെ സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് സാധിക്കും. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓക്കെ ഫസ്റ്റ് വൺ ഒന്നുകൂടി പറയാം. ജനറേറ്റ് പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് ജോലി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് നല്ലൊരു പേരുണ്ടാവുന്നു, ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അത് മാറുന്നതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഇനി സ്റ്റാഫ് ഡെവലപ്മെന്റ് കൈകാര്യം ചെയ്യുന്നതില് അഡ്മിനിസ്ട്രേറ്റർമാരുടെ പങ്ക് എന്താണ്? ഓക്കെ, ഞാൻ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാഫ് ഡെവലപ്മെന്റിലും കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് അയാൾ സ്റ്റാഫ് ഡെവലപ്മെന്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. First one, uses principle of learning when helping employees to learn new skills or information. അതായത് സ്റ്റാഫുകളെ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ, അവരുടെ ടാലൻസ് വളർത്തിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? അതായത് പുതിയ പുതിയ ലേണിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു. ഒന്നുമല്ല, ജസ്റ്റ് ഇത് തന്നെ. അതായത് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ അവിടെ വരുന്ന എംപ്ലോയീസിന് എന്ത് കൊടുക്കുന്നു? പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനും അവരുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് വളർത്താനുള്ള കാര്യങ്ങള് അതുവരില് പ്രാപ്തരാക്കുന്നു എന്നാണ് പറയുന്നത്. ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ് ഉണ്ടാവുക അല്ലെ? ഓക്കെ, ഇപ്പൊ ഒരു ജോലി ചെയ്യാൻ, ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ജോലി ചെയ്യാൻ മാത്രമല്ല, അവർക്ക് ആ ഒരു കഴിവ് മാത്രമല്ല, എക്സ്ട്രാ ചില ടാലൻസും ഉണ്ടാവും. അതൊക്കെ കണ്ടറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിപ്പിച്ച് കൊടുക്കുന്നു. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, യൂസസ് ടീച്ചിങ് ടെക്നിക്സ്
ദാറ്റ് സ്ട്രെങ്ത് സ്റ്റാഫ്. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ടീച്ചിങ് ടെക്നിക്സുകൾ എന്തിൽ ഉപയോഗിക്കുന്നു? ഈ സ്റ്റാഫുകളുടെ എന്താ പറയാ, അവരുടെ സ്ട്രെങ്തിന് വേണ്ടി, അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ടീച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ. തേർഡ് വൺ, കണ്ടിന്യൂസ്ലി അസസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. അതുപോലെ തന്നെ ഓരോ യൂണിറ്റിനും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും ഓരോ ട്രെയിനിങ്ങുകളായിരിക്കും ഉണ്ടാവുക, അല്ലെ? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ഒരേ തരത്തിലുള്ള ട്രെയിനിങ് ആയിരിക്കില്ല ഉണ്ടാവുക. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും അവിടെയുള്ള ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്കും പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ചെയ്ത് കൊടുക്കും. നാലാമത്തത്, ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. അതുപോലെ തന്നെ ഇപ്പോ വരുന്ന, അതായത് എംപ്ലോയീസിന് അവരുടെ സ്കില്ലിൽ, അവരുടെ കഴിവിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ നോളജിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലോ ഒക്കെ എന്താണ്, ആ കുറവുകൾ തിരിച്ചറിഞ്ഞിട്ട് അവരെന്താണ് കൂടുതൽ മികച്ച ആളുകളാക്കാൻ എന്ത് ചെയ്യുന്നു, പ്രാപ്തരാക്കുകയും ചെയ്യുന്നതാണെന്ന് ഈ അഡ്മിനിസ്ട്രേറ്ററുടെ പങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ. അടുത്തത് നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫംഗ്ഷൻ. ഓക്കെ. നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫംഗ്ഷൻ ഞാൻ ജസ്റ്റ് വായിക്കാം. The structure of organization determines the employee behavior through the effects of role, power, status, responsibility, authority, and communication. Nursing is a large department in every hospital. Hence, it has a hierarchy as doctors do, and is necessary to understand different nursing classification. ഓക്കെ. അപ്പൊ നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഇവിടെ പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഘടന നിർണ്ണയിക്കുന്നത് അവിടുത്തെ എംപ്ലോയീസിന്റെ പെരുമാറ്റമാണ്. ഓക്കെ. നമ്മൾ പറഞ്ഞു എന്താ പറയാ, എല്ലാ തരത്തിലുള്ള സ്റ്റാഫുകൾ എവിടെയുണ്ട്, ഹോസ്പിറ്റലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ചെന്ന് കഴിഞ്ഞാല്. പക്ഷെ ആ ഒരു ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ ഫങ്ഷനിങ് ആകണമെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പെരുമാറണം, അല്ലെ? ആ ഒരു പെരുമാറ്റം, അവരുടെ ഒരു ബിഹേവിയർ ആണ് എന്തിനെ സഹായിക്കുന്നത്, ആ ഒരു ഓർഗനൈസേഷന്റെ ഘടന നിർണ്ണയിക്കുന്നത്. ഓക്കെ. അപ്പൊ ഓരോ എന്താ പറയാ സ്റ്റാഫുകൾക്കും പലതരത്തിലുള്ള റോളുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ പവറും വ്യത്യസ്തമായിരിക്കും, അല്ലെ? ഇപ്പോ തീരെ ലോ ആയിട്ടുള്ള ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, തീരെ ഏറ്റവും താഴെ തട്ടിലുള്ളതാണ്, അല്ലെ? ഹോസ്പിറ്റലിന്റെ ഹൗസ് കീപ്പിംഗ് വിഭാഗം. അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവര് തമ്മിലുള്ള റോളും പവറും സ്റ്റാറ്റസും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാ, പലതരത്തിലുള്ളതായിരിക്കും. ഓക്കെ. അവരുടെ സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല താഴെയുള്ളവർക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ്, ഓരോരോ റോൾ അനുസരിച്ച് അല്ലെങ്കിൽ ഓരോരോ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് എന്ത് ചെയ്യും, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ എന്ത് തന്നെ ആയാലും അവിടുത്തെ സ്റ്റാഫുകളുടെ ബിഹേവിയർ ആണ് എന്തിനെ നിർണ്ണയിക്കുന്നത്, ആ സ്ഥാപനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിർണ്ണയിക്കുന്നത് കേട്ടോ, പ്രധാനപ്പെട്ട ഫാക്ടർ ആയിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ പറയുന്നുണ്ട്, നഴ്സിംഗ് എന്ന് പറഞ്ഞാല് ഒരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാ ഹോസ്പിറ്റലിലും നഴ്സിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡോക്ടേഴ്സിനെ പോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഹൈറാർക്കി ഇതിന് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ താഴെ നഴ്സിംഗ് ക്ലാസിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നഴ്സിംഗ് ക്ലാസിഫിക്കേഷൻ വരുന്നത് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നഴ്സിംഗ് ഡയറക്ടർ ആണ്. ഓക്കെ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആരാണ്, അത് നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്. രണ്ടാമതെന്ന് പറയുന്നത് നഴ്സിംഗ് സൂപ്രണ്ട് ആണ് കേട്ടോ. സൂപ്പറിൻറ്റൻഡന്റ് എന്നാണ് ഇംഗ്ലീഷിൽ പ്രൊനൗൺസിയേഷൻ വരിക. ഓക്കെ. നമ്മൾ സൂപ്രണ്ട് എന്നാ പറയാ, എഴുതുമ്പോ എന്താ വരിക, സൂപ്പറിൻറ്റൻഡന്റ് എന്നാണ് കേട്ടോ വരിക. ഓക്കെ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതിനിടയിൽ ചില ആളുകൾ ലെഫ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ലെഫ്റ്റ് ആയിട്ട് പോകുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല, നിങ്ങൾക്കത് മിസ്സാകും. ഓക്കെ. അപ്പൊ കഴിവത് എന്ത് ചെയ്യുക, ലെഫ്റ്റ് ആയിട്ട് പോകാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പൊ ആദ്യത്തേതെന്ന് പറയുന്നത് നഴ്സിംഗ് ഡയറക്ടർ ആണ്. രണ്ടാമത്തേത് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. മൂന്നാമത്തേത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ തട്ട് ഞാൻ പറഞ്ഞു നഴ്സിംഗ് ഡയറക്ടർ,
രണ്ടാമത്തേത് നഴ്സിംഗ് സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയും അല്ലെ. മൂന്നാമത്തേത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ദെൻ ഫോർത്ത് വൺ നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ, നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഇനി അഞ്ചാമത്തേത് അതിന്റെ താഴെ വരുന്നതാണ് ആര്, സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ താഴെ ഒരു കാറ്റഗറി ഇട്ടാരാ, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നഴ്സിംഗ് ഹയറാർക്കി എന്ന് പറയുന്നത് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഹയറാർക്കി കേട്ടോ. പഠിച്ചിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമിന് ഉണ്ടാകുന്ന ഒരു ഹയറാർക്കിയാണ്. ഓക്കെ, അപ്പൊ ആദ്യം വരുന്നത് ഒന്നും കൂടി ഞാൻ പറയുവാണ്. ആദ്യം വരുന്നത് നഴ്സിംഗ് ഡയറക്ടർ ആണ്. രണ്ടാമത്തേത് നഴ്സിംഗ് സൂപ്പറിൻറ്റന്റ് ആണ്. മൂന്നാമത്തേത് നഴ്സിംഗ് സൂപ്പർവൈസർ. 4 നഴ്സിംഗ് ഇൻചാർജ്. പിന്നീടാണ് സ്റ്റാഫ് നഴ്സ് വരുന്നത്. അതിനുശേഷം അവരുടെ സഹായിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നഴ്സിംഗ് ഡയറക്ടർ. ഇതിനകത്ത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ആളെയാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. നഴ്സിംഗ് ഡയറക്ടർ ആരാണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. It is the nursing director who provides direction to the nursing staff and coordinates health service. Their duties consist of supervising all nursing staff and looking after patient care, as well as administrative functions like record keeping, budgeting, etc. At minimum, they require co-workers or bachelor degree in nursing, along with at least 10 years of experience in deemed firms. ഓക്കെ, അപ്പൊ ഈ നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ആൾ എന്താ ചെയ്യുന്നത്, അതായത് അവിടെയുള്ള എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകൾക്കും ഡയറക്ഷൻ നൽകുന്നു. ഓക്കെ, ശരിയായ രീതിയിൽ അവരെ നയിക്കുന്നത് ആരാണ്, നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞ ആളാണ് നയിക്കുന്നത് കേട്ടോ. അവിടെ ജോലി ചെയ്യുന്ന എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളുടെയും ഇവരുടെ സബോർഡിനേറ്റ് ആയിട്ടാണ് ആര് വരുന്നത്, നഴ്സിംഗ് സ്റ്റാഫുകൾ വരുന്നത് അല്ലെ. ആ നഴ്സിംഗ് സ്റ്റാഫുകളെ അവർക്ക് ശരിയായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുന്നത് ആരാണ്, നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആരോഗ്യ പ്രവർത്തനങ്ങളെ നഴ്സസ്മാർക്കിടയിൽ നടത്തുന്ന, അവര് രോഗികൾക്ക് കൊടുക്കുന്ന ആരോഗ്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. കോർഡിനേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്, ഈ നഴ്സിംഗ് ഡയറക്ടറാണ്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫ് നഴ്സുകൾക്കും എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകൾക്കുമുള്ള സൂപ്പർവിഷൻ കൊടുക്കുന്നു, മേൽനോട്ടം വഹിക്കുന്നു. അവര് എന്ത് ജോലി, ഇപ്പോ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് പ്രത്യേകിച്ച് എല്ലാ ജോലികളും ഉണ്ടാവുമല്ലോ. ഓരോ ആളുകൾക്കും ഓരോ ജോലി അസ്യൂം ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ജോലികളുടെ സൂപ്പർവിഷൻ നടത്തുന്നത് ആരാണ്, ഈ നഴ്സിംഗ് സ്റ്റാഫ് ആണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവര് ചെയ്യുന്ന വേറൊരു ഫങ്ഷൻസ് ഉണ്ട്. അതായത് രോഗികൾക്ക്, അതായത് എല്ലാ സ്റ്റാഫ് നഴ്സുകൾക്കുമുള്ള സൂപ്പർവിഷൻ കൂടാതെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസും ഇവര് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്, അതായത് രോഗികളുടെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നു. അവരുടെ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ റെക്കോർഡ്സ് എന്ത് ചെയ്യുന്നു, കീപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് നടത്തുന്നു, കണക്ക് കൂട്ടലുകൾ നടത്തുന്നു കേട്ടോ. ബഡ്ജറ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് ആ നഴ്സിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരം കാൽക്കുലേഷൻസും നടത്തുന്നത് ആരാണ്, നഴ്സിംഗ് ഡയറക്ടർ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നഴ്സിംഗ് ഡയറക്ടറുടെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ബാച്ചിലർ ഡിഗ്രി ഇൻ നഴ്സിംഗ്, നഴ്സിംഗിൽ ബാച്ചിലർ ഡിഗ്രി ഉള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തന മേഖലയിൽ 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. നഴ്സിംഗ് ഡയറക്ടർക്കുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, ഒന്നും കൂടി പറയാം. നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകൾക്കും ഡയറക്ഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള നഴ്സിംഗ് പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുകൂടാതെ നഴ്സിംഗ് സ്റ്റാഫുകൾക്കുള്ള സൂപ്പർവിഷൻ കൊടുക്കുന്നു. ഇതുകൂടാതെ ചില അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസും ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് റെക്കോർഡ് കീപ്പിംഗ്, ബഡ്ജറ്റിംഗ്. അതുപോലെ തന്നെ ഇവരുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഡിഗ്രി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധപ്പെട്ട പ്രവർത്തന മേഖലയിൽ 10 വർഷത്തെ സേവനം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ക്ലിയർ ആയിരുന്നു കരുതുന്നു കേട്ടോ. വായിച്ചു നോക്കിയാൽ മതി, മനസ്സിലാകും. ഓക്കെ, ഇനി അടുത്തത്
എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടു ഡയറക്റ്റ് ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളുടെയും മേൽനോട്ടം വഹിക്കുകയും അവരെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓരോ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് എന്താണ് ഓരോ തരത്തിലുള്ള ജോലികൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അവരുടെ ജോലികളൊക്കെ മൊത്തത്തിൽ നിയന്ത്രിക്കുകയും അവരെന്താണ് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മോശമായിട്ടാണോ ജോലി ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യാണ്, അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തത് ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ. അതുപോലെ തന്നെ സ്റ്റാഫിംഗ് പ്രൊസീജിയേഴ്സിനെ എന്ത് ചെയ്യുന്നു, ഗൈഡ് ചെയ്യും. അതായത് ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്, അത് ഇത്ര സമയം ഇത്ര ആളുകളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസ് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. മൂന്നാമത്തത് ടു സെറ്റ് എ ലോങ് ടേം ഗോൾ ഫോർ ദ എൻഷുറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതായത് നല്ല രീതിയിൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഓക്കെ. ഫോർത്ത് വൺ, അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ, നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയർ. അതുപോലെ തന്നെ എന്താണ് അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു. രോഗി വന്നു കഴിഞ്ഞാൽ അഡ്മിറ്റ് ആക്കുവാണെങ്കിൽ അതിനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ രോഗിയുടെ പരിചരണം, പേഷ്യന്റിന്റെ കെയർ, അതായത് നഴ്സിംഗ് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നടത്തി കൊടുക്കുന്നു. ഓക്കെ. ഇനി സെറ്റിൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ഫോർ ദ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ് ആൻഡ് പേഷ്യന്റ് ഇഷ്യൂസ്. അതായത് എല്ലാത്തരം ഹോസ്പിറ്റലുകളിലും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ചില ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ അല്ലെങ്കിൽ ചില പേഷ്യൻസ് തമ്മിൽ പല പല തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഈ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങള്, അതായത് ഇപ്പൊ ഒരു നഴ്സും ഒരു പേഷ്യന്റായിട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ആര്, നഴ്സിംഗ് ഡയറക്ടർ. നെക്സ്റ്റ് വൺ, റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലോ അല്ലെങ്കിൽ എന്താണ് കൂടുതൽ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിലോ ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു, അത് ഉന്നത തലങ്ങളിലേക്ക്, അതായത് നഴ്സിംഗ് ഡയറക്ടറിന് സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളിലേക്ക് എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, നഴ്സിംഗ് ഡയറക്ടറുടെ ഇതിൽ വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ. ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ പറയാമോ? കുറച്ച് സ്പീഡായിരുന്നു. സ്പീഡായിരുന്നോ? ഓക്കെ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണോ? അതെ മാം, അതെ മാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ടു ഡയറക്റ്റ് ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. അതായത് നഴ്സിംഗ് സ്റ്റാഫുകളുടെ എല്ലാത്തരം പ്രവർത്തനങ്ങളെയും അവര് ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം കാര്യങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്, നഴ്സിംഗ് ഡയറക്ടറാണ്. രണ്ടാമത്തേത് ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ. അതായത് സ്റ്റാഫിംഗ് നടപടിക്രമങ്ങള് ഗൈഡ് ചെയ്യുക. അതായത് ഓരോ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള ജോബുകളും കാര്യങ്ങളും അസൈൻ ചെയ്ത് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവരെ ഗൈഡ് ചെയ്യുകയും ചെയ്യുക. മൂന്നാമത്തേത് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യുക. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റും ചില ഹോസ്പിറ്റലുകളിലൊക്കെ ചില അവാർഡ്സ് കൊടുക്കാറുണ്ട്. അതായത് ഏറ്റവും മികച്ച ഡിപ്പാർട്ട്മെന്റ് നോക്കിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, അവാർഡുകള് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാരണം ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം നല്ല രീതിയിലായതുകൊണ്ടാണ് അങ്ങനെയുള്ള അവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഇന്ന തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക, മികച്ച രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ട് ഗോള് സെറ്റ് ചെയ്യുന്നുണ്ട്. നാലാമത്തേത് നഴ്സിംഗ് എന്താ പറയാ, പേഷ്യന്റിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു നഴ്സോ അല്ലെങ്കിൽ പേഷ്യന്റോ തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് സെറ്റിൽ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാല് നഴ്സിംഗ് ഡയറക്ടറിന്റെ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. താങ്ക് യു മാം. ഓക്കെ. ഇൻഡയറക്റ്റ് കെയർ ഒന്നുകൂടെ പറയാവോ? നെറ്റ് ഇഷ്യൂ കാരണം കേൾക്കാൻ പറ്റില്ല. ഏതാ ഏതാ ഇൻഡയറക്റ്റ് കെയർ? ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ പേഷ്യന്റിന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാത്തുള്ള കെയർ ആണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. അതായത്
പേഷ്യന്റിന്റെ ചികിത്സയ്ക്കായിട്ട് സപ്ലിമെന്റ്സ്, അതായത് എക്യുപ്മെന്റ്സുകൾ സപ്ലൈ ചെയ്യുന്ന ആളുകള്, അതുപോലെ തന്നെ പേഷ്യന്റ് റെക്കോർഡ് എഴുതുന്ന ആളുകള്, ഡിസ്ചാർജ് എന്താ പറയാ സമ്മറി എഴുതുന്ന ആളുകള്, ഇവരൊക്കെ എന്തിന് വരുന്നതാണ്? ഇൻഡയറക്റ്റ് കെയറിൽ വരുന്ന ആളുകളാണ്. ക്ലിയർ ആയോ? റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് എന്തില് വരുന്നതാ? ഇൻഡയറക്റ്റ് കെയർ കൊടുക്കുന്നത്, നേരിട്ടല്ല കൊടുക്കുന്നത് കേട്ടോ. പേഷ്യന്റ് അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നില്ല, അവർ പരിചരിക്കുന്നില്ല, മറിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ മാം. നെക്സ്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ 4ാമത്തെ പോയിന്റ് എന്ന് പറയാമോ? അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് അല്ലെ, 4ാമത്തെ പോയിന്റോ? അതായത് ആളുകൾ, അതായത് കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് പുതിയ എംപ്ലോയീസ്, അതായത് ഒരു കൂട്ടം ആളുകളാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഇവർക്കിടയിൽ പുതിയതായിട്ടുള്ള എന്താ പറയാ അവരുടേതായിട്ടുള്ള അറിവ് വർദ്ധിപ്പിക്കാനും അവരുടേതായിട്ടുള്ള ടാലന്റ് മെച്ചപ്പെടുത്തി എടുക്കാനൊക്കെ എന്തിനെ കൊണ്ട് സാധിക്കും? സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഇതിനെ കൊണ്ട് സാധിക്കുന്നതാണ് പറയുന്നത് കേട്ടോ, വേറെ ഒന്നുമില്ല. ഓക്കെ ഓക്കെ മാം. ഓക്കെ. പിന്നെ ഇനി വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഏതാ 4th വൺ? ഏതാ ഇപ്പൊ പറഞ്ഞതാണോ? ഏത് 4th വണ്ണാ ചോദിക്കുന്നേ? സ്വരാജ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട്? ഉണ്ടോ? ഇല്ല. ഓക്കെ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസോ? ഞാനിപ്പോ പറഞ്ഞല്ലോ, 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഗോള് സെറ്റ് ചെയ്തിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അതുപോലെ അഡ്മിഷന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പിന്നെ നഴ്സും പേഷ്യന്റും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിനിടയിൽ എന്തുകൊണ്ട് തർക്കങ്ങള് കൈകാര്യം ചെയ്യുന്നു. പിന്നെ മുകളിലുള്ള അതോറിറ്റിയെ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യും. അതാണ് കേട്ടോ. ഓക്കെ, ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നില്ലേ നിങ്ങളുടെ? ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാളു ആരും കേൾക്കുന്നില്ലേ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ക്ലാസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്, മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട് അല്ലേ? ഓക്കെ. പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? പ്രയാസമൊന്നും ഇല്ലല്ലോ? ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് പ്രയാസമൊന്നുമില്ല, നല്ല രീതിയിൽ എല്ലാരും മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പഠിപ്പിക്കുന്ന പാഠങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് മാം. മനസ്സിലാവുന്നുണ്ട്. ചില ആളുകൾ ലെഫ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ലെഫ്റ്റ് ആയിട്ട് പോകുമ്പോ എന്താ പറയാ ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ കയറി വരുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ മാക്സിമം ക്ലാസ്സിൽ ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക കേട്ടോ. ലൈവിൽ കയറുന്നവര് അവർ 1 മണിക്കൂറല്ലേ ഉള്ളൂ, അധികം സമയമൊന്നും ഇല്ലല്ലോ. അതിനകത്ത് തന്നെ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഞാനിവിടെ ആളുകളുടെ എണ്ണം നോക്കിയപ്പോ കുറയുന്നുണ്ട്. ആദ്യം എന്തോ 80 പേരുണ്ടായിരുന്നതാണ്, പിന്നീട് പെട്ടെന്ന് 60 ആയി ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ. അപ്പൊ നമുക്കും എന്താണെന്നൊരു ഇത് വരും, എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ലേ, മനസ്സിലാകുന്നില്ലേ എന്നൊരു ചിന്ത നമുക്കും വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്കും എന്താ പറയാ കൂടുതൽ കാര്യങ്ങൾ
കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ആ കണ്ടിന്യൂഷൻ തുടർച്ച നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കഴിവതും എന്ത് ചെയ്യുക, പോകാതിരിക്കുക. എന്തെങ്കിലും നിവർത്തി എന്തെങ്കിലും എന്താണ് മാറ്റി വെക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഇതായി പോവുക കേട്ടോ. കഴിവതും ലൈവില് തുടരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു അന്നന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങള് അല്ലെങ്കിൽ ആ ചാപ്റ്റേഴ്സ് അന്നന്ന് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നുണ്ടോ എല്ലാവരും? ഉണ്ട് മാം. ഉണ്ടല്ലേ? ഓക്കെ, ഇത് ഈ ഒരു ചാപ്റ്റർ കുറച്ച് എന്താ പറയാ, കുറച്ച് എന്താ പറയാ ഒരു ഇതാണ്, നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല ചില ആളുകൾക്ക്. പക്ഷെ നമുക്ക് എന്നിരുന്നാലും ഇത് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇനി വരുന്ന ചില കാര്യങ്ങൾ ടോപ്പിക്സ് ഒക്കെ കുറച്ചും കൂടി നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് കേട്ടോ. നഴ്സിംഗ് ഇനി ഓരോരോ വ്യക്തികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുമ്പോൾ നഴ്സിംഗ് സൂപ്പർവൈസറിനെ കുറിച്ച് പറയും. അതിനുശേഷം സൂപ്പർവൈസർ ആരാണ്, അദ്ദേഹത്തിന്റെ യോഗ്യത, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ്, അതിനുശേഷം നഴ്സിംഗ് ഇൻചാർജ്, പിന്നീട് സ്റ്റാഫ് നഴ്സ്, ലാസ്റ്റ് വൺ നഴ്സിംഗ് അസിസ്റ്റന്റ്. ഇനി ഇത്രയും ഒരു ഹൈറാർക്കിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഇതെടുക്കാം കേട്ടോ. ഓക്കെ യെസ് മാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. നന്നായിട്ട് വായിക്കുക കേട്ടോ. ഓക്കെ, വരിക, പഠിക്കാൻ വരുമ്പോ ഇൻട്രസ്റ്റോട് കൂടി തന്നെ ഇരിക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.